വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ ഗുരുതര വെളിപ്പെടുത്തലുമായി കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികൾ. ക്ലാസ് മുറിയിൽ വ്യക്തി അധിക്ഷേപവും ബോഡി ഷെയ്മിംഗും പതിവാണെന്ന് വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു. യുവജന കമ്മീഷനും ദേശീയ പട്ടികജാതി കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം നിതിന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ഭീകരമായ സ്റ്റാഫ് റാഗിങ്ങിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞത്. നിറവും ശരീരപ്രകൃതവും സാമ്പത്തിക സ്ഥിതിയുമെല്ലാം അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കാനുള്ള കാരണങ്ങളാണ്. എനിക്ക് നിന്റെ പേരറിയില്ല, എനിക്ക് നിന്റെ പേരറിയില്ല, അപ്പം ഞാൻ നിന്നെ എന്താ വിളിക്കുന്നത്, നീ ഡാർക്ക് അല്ലേ, നീ ഫാറ്റി, പിന്നെ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പേരൻസിന്റെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ചാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തെക്കാളും ഞെട്ടിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ. ഫിസിക്കലിയും ചെയ്യാറുണ്ട്, അതായത് തലയിൽ അടിക്കുക, പിന്നെ ചെവിക്ക് പിടിക്കുക, പെടലിക്ക് അടിക്കുക, നിറത്തിന്റെയും സൈസിന്റെയും കളർ എല്ലാ പേരിലും ഉണ്ടായിട്ടുണ്ട്. സാർ ക്ലാസ് മെന്റലി ആണെങ്കിലും നമ്മുടെ വെർബലി ആണെങ്കിലും അബ്യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഉള്ള കാര്യങ്ങളാണ്. യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ ക്യാമ്പസിൽ നേരിട്ടെത്തി വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. ദേശീയ പട്ടികജാതി കമ്മീഷനും വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് രൂപീകരിച്ച SIT തിരുവനന്തപുരത്തെത്തി ഇതിന്റെ രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടും. എന്നാൽ കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവർ ഇപ്പോഴും ഒളിവിലാണെന്നാണ് സൂചന. റിപ്പോർട്ടർ, കണ്ണൂർ.